ഏറ്റവും കൂടുതൽ ഹൃദയ ശസ്ത്രക്രിയകൾ നടക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലും ശസ്ത്രക്രിയ മുടങ്ങുമോ എന്നാണ് ആശങ്ക. 1-ാം തീയതിക്ക് മുൻപ് കുടിശ്ശിക തീർത്തില്ലെങ്കിൽ വിതരണം നിർത്തുമെന്ന് വിതരണക്കാർ അറിയിച്ചിരിക്കുകയാണ്. നിലവിൽ ശസ്ത്രക്രിയകൾ മുടക്കമില്ലാതെ നടക്കുന്നുണ്ടെങ്കിലും വിതരണം നിന്നാൽ ശസ്ത്രക്രിയ മുടങ്ങും. അഖിൽ കെയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അഖിൽ, 20 കോടിയിലധികം രൂപയുടെ ഒരു കുടിശ്ശികയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ. ഈ ഉപകരണക്ഷാമം അത് എത്രത്തോളം കോട്ടയം മെഡിക്കൽ കോളേജിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ഹൃദയ ശസ്ത്രക്രിയകൾ നടക്കുന്ന മെഡിക്കൽ കോളേജ് കൂടിയാണല്ലോ കോട്ടയം മെഡിക്കൽ കോളേജ്. ശ്രുതി, തീർച്ചയായും ഏറ്റവും കൂടുതൽ ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്ന മെഡിക്കൽ കോളേജിനൊപ്പം തന്നെ ആലപ്പുഴ, ഇടുക്കി, അതുപോലെ പത്തനംതിട്ട ജില്ലകളൊക്കെ പ്രധാനമായും ആശ്രയിക്കുന്നതും കോട്ടയം മെഡിക്കൽ കോളേജിനെ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ 3-4 ജില്ലകളുടെ ആശ്രയമായി നിൽക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. അവിടെ നിലവിൽ ഇപ്പോൾ ഈ മെഡിക്കൽ സപ്ലൈ നിർത്തിയിട്ടില്ല, ഉപകരണങ്ങളുടെ ക്ഷാമമില്ല, പ്രവർത്തനങ്ങൾ അതായത് ശസ്ത്രക്രിയ അടക്കമുള്ള പ്രവർത്തനം മുടക്കമില്ല. പക്ഷേ ഇത് ഭാവിയിലേക്ക്, അതായത് 1-ാം തീയതിക്ക് മുമ്പ് കുടിശ്ശിക തീർത്തില്ലെങ്കിൽ ഇത്തരത്തിൽ സപ്ലൈ നിർത്തും എന്ന കാര്യം ഈ അധികൃതരെ വിതരണക്കാർ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ആശങ്ക തീർച്ചയായും ഈ ആശുപത്രി അധികൃതരെ സംബന്ധിച്ചോളം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഈ സപ്ലൈ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ ശസ്ത്രക്രിയകൾ മുടങ്ങും. ഇത്തരത്തിൽ ശസ്ത്രക്രിയകൾ മുടങ്ങിയാൽ വലിയ പ്രതിസന്ധിയിലേക്ക് മെഡിക്കൽ കോളേജ് പ്രവർത്തനങ്ങളെ തന്നെ ബാധിക്കും എന്നുള്ള ആശങ്ക ഇവർ പ്രകടിപ്പിക്കുന്നത്. കാരണം 20 കോടിയിലധികം രൂപയുടെ കുടിശ്ശികയാണ് വരുത്തി വെച്ചിട്ടുള്ള 20 കോടിയിലധികം രൂപയുടെ കുടിശ്ശിക നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നൽകാനുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇത് ഏതെങ്കിലും വിധേനയിൽ നൽകി തീർക്കാനുള്ള ശ്രമം അധികൃതരുടെ ഭാഗത്തുണ്ടാകുന്നത്. പക്ഷേ അത് എത്രത്തോളം ഫലപ്രദമാവും എന്ന് തന്നെയാണ് കരുതേണ്ടത്. കാരണം സർക്കാരിൽ നിന്നാണ് ഇതിൽ കൃത്യമായ നടപടി ഉണ്ടാകേണ്ടത്. സർക്കാർ മുൻകൈ എടുത്താൽ മാത്രമാണ് ഇത്ര വലിയ കുടിശ്ശിക നിർത്താനാവുക. മറ്റുള്ള മെഡിക്കൽ കോളേജുകളിലൊക്കെ വാക്കുകൾ നമ്മൾ കേട്ടാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ 1-ാം തീയതി വരെ, അതായത് അടുത്ത മാസം 1-ാം തീയതി വരെ സമയം വിതരണക്കാർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഈ ആശുപത്രി അധികൃതരുമായുള്ള വിതരണക്കാരുടെ ബന്ധത്തിന്റെ പുറത്ത് മാത്രമാണ് എന്നുള്ളതാണ്. അത് ഇനിയും, അതായത് ഇതിനപ്പുറത്തേക്ക് നീണ്ടുപോകാനുള്ള സാധ്യതയില്ല എന്നുള്ളതിനാണ് ആ ഒരു ആശങ്ക തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും വിളിക്കുമ്പോൾ അവരൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ ഒരു ആശങ്ക തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ഈ സപ്ലൈകൾ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ മെഡിക്കൽ കോളേജിലെ ഈ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തും. ഒപ്പം അടിയന്തരമായിട്ടുള്ള പലതരത്തിലുള്ള, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഹൃദയ ശസ്ത്രക്രിയകൾ നടക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. അവിടെയുള്ള സ്റ്റഡ് അടക്കമുള്ള വിതരണങ്ങളൊക്കെ തന്നെ മുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിന്റെ പ്രവർത്തനത്തെ നിലപ്പിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ ഈ കാസ്പ് വഴിയുള്ള ചികിത്സയൊക്കെ തന്നെ നിന്നിരുന്നു. അന്ന് മരുന്നുകൾ കിട്ടാൻ സാഹചര്യം ഉണ്ടായിരുന്നു. കാസ്പ് വഴിയുള്ള സൗജന്യമായ ചികിത്സ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ ഇതെല്ലാം തന്നെ കുടിശ്ശികകൾ, അതായത് ലക്ഷങ്ങളുടെയും കോടികളുടെയും കുടിശ്ശികകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ കണ്ട സംവിധാനങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട പ്രവർത്തനങ്ങളൊക്കെ തന്നെ തടസ്സപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ശസ്ത്രക്രിയകൾ കൂടി മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് പോവുകയാണ്. അതിനു മുമ്പ് തന്നെ അടിയന്തരമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എങ്കിൽ സ്വാഭാവികമായും 1-ാം തീയതിക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ മുടങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ്. ശ്രുതി, കോട്ടയം മെഡിക്കൽ കോളേജിലെ സാഹചര്യമാണ് അഖിൽ കെ വിശദീകരിച്ചത്.